അതെ നമുക്കൊന്നൊരു മത്തങ്ങ വെള്ളം തരാം. കായ്ക്ക് പറഞ്ഞ മത്തങ്ങ കഴിക്കും, സാമ്പാർ കഴിക്കാൻ മത്തങ്ങയിലാണ്. അപ്പോൾ നമുക്കൊരു മത്തങ്ങ കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തൊടിയിലുണ്ടാവുന്ന പച്ചക്കറികൾക്ക് പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. മറ്റു പച്ചക്കറികളെക്കാളും ടേസ്റ്റ് സ്വന്തം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴല്ലോ അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഗൾഫിൽ യുദ്ധമൊക്കെ ആരംഭിച്ച സമയത്ത്, ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മാർച്ച് 12-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ പൊതുവെ എല്ലാവർക്കും എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ആരും. പക്ഷേ യുദ്ധത്തിൻ്റെ ഭീതിയൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വില്ലകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ വില്ലകളിൽ താമസിക്കുന്ന ആൾക്കാർ അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ കരുതി വയ്ക്കുക. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാണ്ട് വരില്ല. ഇപ്പോൾ മാർക്കറ്റൊക്കെ എന്താ പറയുക ഒരുപാട് ഷിപ്പൊക്കെ വരാത്തത് കൊണ്ട് മാർക്കറ്റിൽ എല്ലാവരും വില തിരിച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ബാൽക്കണി ആയിക്കോട്ടെ, ബാൽക്കണിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതിനായിട്ട് നമ്മൾ പോകണം. അതുകൊണ്ടാണ് അപ്പോൾ അത് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് അതൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മത്തങ്ങ ഇവനെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്യല്ലേ? യെസ്. നമ്മൾ വെയിറ്റ് താങ്ങാൻ വേണ്ടി ഒരിക്കലും സംശയിച്ചിട്ട് ഉണ്ടാക്കിയാണ്. അയ്യോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. മതി ഒരു കുറച്ച് സ്ഥലത്ത് കഴിക്കാനുള്ളത്. മത്തങ്ങ പെട്ടെന്ന് കേടാവുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാമ്പാറിലേക്കുള്ള മത്തങ്ങ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് കരുതിയാൽ മതി. വീട്ടിൽ നമ്മുടെ വില്ലകളെ താമസിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് യുദ്ധത്തിൽ പൊടിക്കുന്ന സമയമായതുകൊണ്ട് പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ബാൽക്കണി ആണെങ്കിൽ ഫ്ലാറ്റുള്ള ജീവിതമാണെങ്കിൽ ബാൽക്കണിയിൽ കുറച്ചേലും കറിവേപ്പിലോ ചീരയോ പച്ചച്ചീരയോ ചെറുചീരയോ മല്ലിയോ പൊതിയോ എന്തെങ്കിലും കുറച്ചേലും ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിന് സമയങ്ങൾ കണ്ടെത്തണം കേട്ടോ. കാരണം പ്രത്യേകിച്ച് മാർക്കറ്റിലൊക്കെ നല്ല വിലയാവാൻ പോവാണ്. എനിക്ക് പറഞ്ഞു കേൾക്കുന്നത് മാർക്കറ്റിൽ വില കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നല്ല പച്ചക്കറി കഴിക്കുകയും ചെയ്യാം, വിഷമില്ലാത്ത വിഷടിക്കാത്ത നല്ല പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. നമുക്ക് കിട്ടുന്ന സന്തോഷം ഒരുപാടാണ്. അത് വില കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ സുരേഷ് ഗിരിവാരിയാണ് ഇവിടെ ഷാർജയിൽ. ബൈ.